യൂട്യൂബ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 4-5 വർഷമായെങ്കിലും ഇതെൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് യൂട്യൂബിൽ. അവസാനത്തെ ആവാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു ചായയിലങ്ങ് തുടങ്ങി. ചായ കുടിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഷോപ്പിലേക്ക് പോയി. ഞാനും മമ്മിയും കൂടെയാണ് പോകുന്നത് നമ്മൾ മെയിൻ റോഡ് കയറാതെ കട്ട് ചെയ്ത് ഇടവഴി കൂടെയാണ് പോകുന്നത്. ഇടവഴി കൂടെ പോയിട്ട് നമ്മുടെ ഷോപ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു 9-9:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ചെന്നിട്ട് ഷോപ്പ് തുറന്ന് പന്തളം NSS കോളേജിൻ്റെ ഓപ്പോസിറ്റ് ക്ലോക്ക് ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അസേറ എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പം നമ്മൾ ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയിരുന്നപ്പോൾ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാഫുകൾ ഓരോരുത്തരായിട്ട് വന്നു. അപ്പം ഞാൻ ആലു പൊറാട്ട കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചി എനിക്ക് ആലു പൊറാട്ടയും ചിക്കൻ കറിയോടെ കൊണ്ടുവന്നായിരുന്നു. പിന്നെ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാഫുകളെല്ലാം വന്നു. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഓണം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. പക്ഷേ ഇന്നത്തെ ദിവസം അധികം തിരക്കില്ലാത്തൊരു ദിവസമാണ് എൻ്റെ. വലിയ തിരക്കില്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ ഇന്നത്തെ. അപ്പോഴത്തേക്ക് ഒരു ചേച്ചി ഇങ്ങനെ ലോഷൻ വിൽക്കാൻ വന്നു. ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി ഇട്ടോളാൻ പറഞ്ഞു. പിന്നെ എനിക്ക് എന്താ കുഴപ്പം, അങ്ങനെയാണ് ചേച്ചിയുടെ മുഖം ഞാൻ കാണിച്ചു. ഇതാണ് ഇതിൻ്റെ സ്മെല്ല്. എൻ്റെയാണോ എടുക്കണേ? എന്നിട്ട് ചേച്ചി പോയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെയും വർക്കിലേക്ക് കയറി. പെട്ടെന്ന് സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ കസ്റ്റമേഴ്സ് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇതൊരു കസ്റ്റമർ കൊണ്ടുവന്നതാണ് നമ്മുടെ ആര്യ ഇനാഗുറേഷൻ ഇട്ട സാരി. അതിപ്പോൾ ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ അത് പുള്ളിക്കാരിക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോഴത്തേക്ക് വേറെ കസ്റ്റമേഴ്സൊക്കെ വന്ന് ഓണം ആയതുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ ഒരുപാട് വർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് കൊടുക്കേണ്ട ബ്ലൗസുകളാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചായ കുടിച്ചു. ചായ ടൈം ആയപ്പോൾ ചായ കുടിച്ചു. അതിൽ കൂടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അടുത്ത കസ്റ്റമേഴ്സ് വന്നു. അപ്പം ഞാൻ മെഷർമെൻറ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ കുട്ടിക്ക് എന്നെക്കാട്ടി നല്ല നീളമുണ്ട്. എനിക്ക് നീളമില്ലാത്ത കുട്ടിയുടെ കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ മെഷർമെൻറ്റൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു വൈകിട്ട് പോകേണ്ട ഒരു ടൈമൊക്കെ ആയി. എന്നിട്ട് ഞാൻ പിന്നെയും ഡ്രസ്സൊന്ന് തേച്ച് വെക്കാൻ ഇന്ന് കൊടുക്കേണ്ടതാണിത് 5 എണ്ണം. അപ്പോൾ ഇന്ന് വൈകിട്ട് കൊടുക്കണം 5 എണ്ണം. അപ്പോൾ അത് തേച്ച് റെഡിയാക്കി വെച്ച് തേക്കാം. പിന്നെ ഞാൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് വേറെ ആരെയും വിളിച്ചില്ല. ഞാൻ തന്നെ തേച്ച് മടക്കി ഞാൻ അടിപൊളിയായിട്ട് തന്നെ വെച്ച് കഴിഞ്ഞിട്ട് അപ്പം ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിരുന്നു. അപ്പോഴത്തേക്കും ഷോപ്പ് ക്ലോസ് ചെയ്ത് എല്ലാവരും പോയിരുന്നു. സ്റ്റാഫുകളും പോയി, അമ്മ ഒരിടം വരെ പോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 6:30 ആയപ്പോഴത്തേക്കും ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോയപ്പോൾ ഒരു കസ്റ്റമർ വന്നു. പിന്നെ അവരെയും പറഞ്ഞ് വിട്ടിട്ട് ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്ത് നേരെ എൻ്റെ വണ്ടിയിൽ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ചായയും കുടിച്ചുകൊണ്ട് തന്നെ വ്ലോഗ് എങ്ങനെ തുടങ്ങി അതേപോലെ തന്നെ വ്ലോഗ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബായ്.